2025 ജനുവരിയിലത്തെ കറണ്ട് അഫെയർ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കേട്ടു നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ആദിത്യ ഗ്രാമം ഏതാണെന്ന് വെച്ചാൽ മസാലി, ഗുജറാത്താണ്. ഗുജറാത്തിലെ തന്നെ മെദോറയിലാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ സോളാർ ആദിത്യ ഗ്രാമമാണ് മസാലി, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഏതാണെന്ന് വെച്ചാൽ മനഗഡ് ഗ്രാമം. മനഗഡ് ഗ്രാമം എവിടെയാണ്? സത്താറ, മഹാരാഷ്ട്ര. ദെൻ പറയുന്നത് ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആസാം. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ആന്ധ്രാപ്രദേശ്. ദെൻ ദേശാടന പക്ഷികളുടെ വരവിനെ ആഘോഷമാക്കുന്നതിനാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. സ്കൂളുകളിൽ റിപ്പബ്ലിക് ദിനം പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിനം പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. AI സംവിധാനം ഉൾക്കൊള്ളിച്ച ഇന്ത്യയിലെ ആദ്യ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. AI സംവിധാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യ തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത 2025 ജനുവരിയിൽ പരീക്ഷിച്ച മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യൻ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 2025 ജനുവരിയിൽ പരീക്ഷിച്ച മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര. പിന്നെ പറയുന്നത് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ 100ാം ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്? ഡോക്ടർ രാജാ രാമണ്ണയുടെ ജന്മദിനമാണ് 100ാമത്തെ ജന്മദിനമാണ് 2025 ജനുവരിയിൽ ആഘോഷിച്ചത്. ദെൻ പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 2021 നടന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അരുണാചൽ പ്രദേശ്. പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 2025 നടന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള പ്രാദേശിക പൈതൃകം, സാംസ്കാരിക ബന്ധം എന്നിവ അനുസ്മരിപ്പിക്കുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണനാണ്. ബഹിരാകാശത്ത് വെച്ച് 2 ചെറിയ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഇസ്രോയുടെ ദൗത്യമാണ് സ്പെയ്ഡെക്സ്. ബഹിരാകാശത്ത് വെച്ച് 2 ചെറിയ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ഇസ്രോയുടെ ദൗത്യമാണ് സ്പെയ്ഡെക്സ്. ഇത്തരത്തിൽ 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ബഹിരാകാശത്ത് വെച്ചിട്ട് 2 ചെറിയ പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് ഇസ്രോയുടെ ദൗത്യമാണ് സ്പെയ്ഡെക്സ്. ഇത്തരത്തിൽ 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ചിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. സ്പേസ് ഡോക്കിംഗ് വിജയകരമായിട്ട് ഇസ്രോ പൂർത്തിയാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ജനുവരി 16-നാണ്. സ്പേസ് ഡോക്കിംഗ് വിജയകരമായിട്ട് ഇസ്രോ പൂർത്തിയാക്കിയത് ജനുവരി 16-നാണ്. ഏത് വാഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രോ PSLV C60. ഇസ്രോ PSLV C60. ഇത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് ഹൈദരാബാദിൽ വെച്ച് നടന്ന 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? പശ്ചിമ ബംഗാളാണ്. ഹൈദരാബാദിൽ വെച്ചിട്ട് നടന്ന 78ാമത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ പശ്ചിമ ബംഗാളാണ്. കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. 2024-25 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടീം നേടിയത് ആരാണ്? കർണാടക. 2024-25 വിജയ് ഹസാരെ ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. 2025 പ്രഥമ ഗോ ലോകകപ്പിന് വേദിയായിട്ടുള്ള നഗരം ന്യൂഡൽഹി, ഇന്ത്യ. പ്രഥമ ഗോ ലോകകപ്പിന് വേദിയ നഗരമാണ് ന്യൂഡൽഹി, ഇന്ത്യ. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ടീം കിരീടം നേടി. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യൻ ടീം കിരീടം നേടിയത്. ഗോഗോയുടെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി, ഇന്ത്യ. ഓക്കെ, വിജയ് ഹസാരെ ക്രിക്കറ്റ് ടീം കിരീടം നേടിയത് കർണാടകയായിരുന്നു. 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളായിരുന്നു. കേരളത്തിനെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു.
7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ വനിത കാമി കാർത്തികേയനാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത കാമ്യ കാർത്തികേയൻ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷനായി നിയമിതയായ മലയാളി. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായിട്ടുള്ള മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. കായിക മേഖലയിൽ ഇന്ത്യ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 ആർക്കൊക്കെയാണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഡി ഗുഗേഷ് ചെസ്സിലായിരുന്നു. ഡി ഗുഗേഷ് ചെസ്സിൽ. മനു ഭാക്കർ ഷൂട്ടിങ്ങിലാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി. പ്രവീൺ കുമാർ പാര അത്ലറ്റിക് ആണ്. അപ്പോൾ പ്രവീൺ പാരയാണെന്നും ഹർമൻ ലെന്നൻ ഹാ ഉള്ളതുകൊണ്ട് നമുക്ക് ഹോക്കിയാണെന്നും കിട്ടും. മനു ഭാക്കർ നമുക്ക് ഷൂട്ടിംഗ്. ദെൻ ഡി ഗുഗേഷ് ചെസ്സ്. ഇതിൽ കോഡൊന്നുമില്ല, അറിയുന്ന ഒരു ഏരിയാസ് തന്നെയാണ്, കുഴപ്പമുണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. ദെൻ ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് 2025 വേദി ഗാന്ധിനഗർ. ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ചിൻ്റെ കോൺഗ്രസിൻ്റെ വേദി. ഓക്കെ, ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് ആണ് കേട്ടോ. ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിൻ്റെ വേദി ഗാന്ധിനഗർ, ഗുജറാത്ത്. വേദനയില്ലാതെ കുത്തിവയ്പ്പുകൾക്കായിട്ട് സൂചിരഹിത സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് എവിടെയായിരുന്നു? രാഖി ഗർഹി ഹരിയാന. അതായത് ജലപരിപാലന സംവിധാനം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 5000 വർഷം പഴക്കമുള്ളത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഖി ഗർഹി ഹരിയാനയിലാണ്. ഭ്രമണപഥത്തിൽ വെച്ച് ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ഇസ്രോയുടെ പരീക്ഷണമാണ് ഏത്? RRM-TD. റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. അപ്പോൾ RRM-TD അതായത് ഭ്രമണപഥത്തിൽ വെച്ചിട്ട് ഉപഗ്രഹങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ഇസ്രോയുടെ പരീക്ഷണമാണ് RRM-TD. ഇസ്രോയുടെ റോബോട്ടിക് ആം, വോക്കിംഗ് റോബോട്ടിക് ആം എന്നെല്ലാം ഈ പരീക്ഷണം അറിയപ്പെടുന്നുണ്ട്. ഇതിനെ റോബോട്ടിക് ആം എന്നും വോക്കിംഗ് റോബോട്ടിക് ആം എന്നും പറയുന്നുണ്ട്. 2025 ജനുവരി 29 ശ്രീകോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപിച്ച 100ാമത്തെ പേടകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NVS-02. 2025 ജനുവരി 29 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപിച്ച 100ാമത്തെ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ 100ാമത്തെ പേടകമാണ് NVS-02. NVS 2025 ജനുവരി 29 NVS-02. GSLV F-15 ഇതിൻ്റെ വിക്ഷേപണം. GSLV F-15 ഇതിനായിരുന്നു ഇതിൻ്റെ വിക്ഷേപണ വാഹനം. ദെൻ സ്പേസ് ടോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു? സ്പേസ് ടോക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സ്പേസ് ടോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചാൽ 4ാമത്തെയാണ്. ഇതിന് മുന്നേ USA, ചൈന, റഷ്യ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ഈ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം എന്താണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ കുറേ പാരകളൊക്കെ വന്നതുകൊണ്ട് അല്ലേ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ്, നമുക്കിപ്പോൾ പാരയാണ് അല്ലേ. അപ്പോൾ 2025 ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന വസ്തു എന്ന ബഹുമതി നേടിയ നാസയുടെ പേടകം പാർക്കർ സോളാർ പ്രോബ്. അമേരിക്കൻ നാസയുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്ന വസ്തു എന്ന ബഹുമതി നേടിയിട്ടുള്ള ഒരു പേടകമാണ് ഇത് പാർക്കർ പോളാർ പ്രോബ്. സൂര്യൻ്റെ പുറം കവചമായിട്ട് കൊറോണയിലൂടെ സുരക്ഷിതമായിട്ട് പേടകം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് ഇത്? USA. 2025 USA എന്ത് ചെയ്തു? ലോകാരോഗ്യ സംഘടനയിൽ എന്താണ്, WHOയിൽ നിന്ന് എന്താണ് USA പിന്മാറിയിട്ടുണ്ട്.
2024 ഡിസംബർ 29 മരണപ്പെട്ട അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുന്നത്. 2024 ഡിസംബർ 29 മരണപ്പെട്ടിട്ടുള്ള അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47. അമേരിക്കയിൽ പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ് JD വാൻസ് ആണ്. ആരാണ്? അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ് JD വാൻസ് ആണ്. വാൻ. ഓക്കെ. ദെൻ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ്? അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായിട്ടാണ് JD വാൻസ് ആണ്. 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. 39ാമത്തെ പ്രസിഡന്റായിട്ടുള്ള ഡിസംബർ 29 മരണപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ആര്? ജിമ്മി കാർട്ടർ. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ്? നിക്കോളാസ് മഡൂറോ. ഓക്കെ. മടി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെനസ്വേലയാണ് കേട്ടോ. നിക്കോളാസ് മഡൂറോ മൂന്നാമത്തതും തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടുത്തെയാണ്? വെനസ്വേലയത്തെ. ദെൻ 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഔദ്യോഗികമായിട്ട് അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഔദ്യോഗികമായിട്ട് അംഗമായ രാജ്യമാണ് ഇത്. ബ്രിക്സിലേക്ക് ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇത് ഇന്തോനേഷ്യ. 2025 അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായ മൗണ്ട് എബേർഡ് ഇന്തോനേഷ്യയിലാണ്. 2025 ജനുവരി. ഇത് മൊത്തം ജനുവരി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. IQ എയർ ക്വാളിറ്റിയിൽ ഏറ്റവും മലിനപ്പെട്ടമായിട്ടുള്ള നഗരം ഏതാണ്? ലാഹോർ. ചഷ്മ 5 ന്യൂക്ലിയർ റിയാക്ടർ ഏത് രാജ്യത്തിൻ്റെതാണ്? പാകിസ്ഥാൻ. ഇത് ചൈനയാണ് ഇതിൽ സഹായം ചെയ്തിരിക്കുന്നത്. ചഷ്മ 5 ആരുടെയാണ്? പാകിസ്ഥാൻ. 2025 ജനുവരിയിൽ വിവാഹപ്രായം 20 നിന്ന് 18 ആക്കിയ കുറച്ച് രാജ്യമാണ് UAE. മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഹോപ്പ്. മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ഏതാണ്? ഹോപ്പ്. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ഒഴിവാക്കിയിട്ട് പുതിയ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രശില്പിനെ പേരാക്കി. അദ്ദേഹത്തിൻ്റെ പേരാണ് സിയാവുർ റഹ്മാൻ. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ഒഴിവാക്കിയിട്ട് ബംഗ്ലാദേശിൻ്റെ പുതിയ രാഷ്ട്രശില്പിയാണ് സിയാവുർ റഹ്മാൻ. പിന്നെ UN അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. UN അന്താരാഷ്ട്ര വർഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആചരിക്കുള്ളൂ. അത് ഏതൊക്കെ നോക്കി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സഹകരണ വർഷം, ഗ്ലേഷ്യർ സംരക്ഷണ വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം. സഹകരണം വേണം, സമാധാനം വേണം, വിശ്വാസം വേണം, ഗ്ലേഷ്യറും കൂടിയിട്ടാണ്. ഗ്ലേഷ്യർ സംരക്ഷണം വേണം. ദെൻ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ക്വാണ്ടം സയൻസും ടെക്നോളജിയുമായിട്ടാണ് എന്ത് UN 2025 ആചരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ഗ്ലേഷ്യർ സംരക്ഷണ വർഷം, സമാധാനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി എന്നായിട്ടാണ് ഇത് ആചരിക്കുന്നത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്. കുറച്ച് സ്പോർട്സ് വേണമല്ലോ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷൻ ആരാണ്? യാനിക് സിന്നറാണ്. ഇറ്റലിക്കാരനായിട്ടുള്ള യാനിയാണ് എന്ത്? ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ആരായിരിക്കും? മാഡിസൺ കീസ് അമേരിക്കക്കാരിയാണ് മാഡിസൺ കീസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ജനുവരിത്തെ കറണ്ട് അഫയർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. HSC സിലബസിൽ വേദകാലഘട്ടത്തെയും ജൈന ബുദ്ധ മതത്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നല്ല വെയിറ്റേജുള്ള ഏരിയ എന്ന് കേട്ടു. അപ്പോൾ ക്ലാസ് 5ലും ക്ലാസ് 8ലെ 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഇരുമ്പുരുക്കിയ മാറ്റങ്ങൾ ക്ലാസ് 5ലെ ചാപ്റ്റർ 7ഉം പിന്നെ ക്ലാസ് 8ലെ ചാപ്റ്റർ 8 ഗംഗാ സമ്മതത്തിലേക്കും എന്നുള്ള 2 ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വേദകാലഘട്ടം ആരംഭിക്കുന്നത് BC 1500നും BC 600നും ആ ഒരു സമയത്താണ്. വേദങ്ങളിൽ മനുഷ്യജീവിതം നിലനിന്നിട്ടുള്ള കാലമാണ് വേദകാലമെന്നും. വേദങ്ങളെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഋഗ്വേദകാലം, പിൽക്കാല വേദം എന്ന്. അപ്പോൾ വേദഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ സംസ്കൃതമാണ്. ആര്യന്മാരെ കുറിച്ചിട്ട് വിവരം ലഭിച്ചത് വേദങ്ങളിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. വേദം എന്നാൽ അറിവാണ്. വേദങ്ങൾ 4 എണ്ണമാണ് ഉള്ളതെന്നും അവ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണെന്നും മനസ്സിലാക്കണം. ഓക്കെ. വേദകാലം 1500നും 600നും ഇടയിലാണ്. ഋഗ്വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഋഗ്വേദകാലം 1500നും 1000 BCക്കും ഇടയിലുള്ള കാലമാണ് ഋഗ്വേദം.
പിൽക്കാല വേദത്തിൽ വരുന്നതാണ് സാമവേദം, അഥർവേദം, യജുർവേദം. ഇത് ഈ 1000-600 BC ഇടയിലാണ്. വേദകാലത്തിന് രണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, ഋഗ്വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും. അതിൽ ഋഗ്വേദകാലം 1500-നും 1000 BC ഇടയിലുള്ള കാലഘട്ടമാണ്. പിൽക്കാല വേദം 1000-600 BC ഇടയിലുള്ള കാലഘട്ടമാണ്. അതിലാണ് സാമവേദം, അഥർവേദം, യജുർവേദം എന്നിവ വരുന്നത്. കർഷകർ പ്രാർത്ഥിച്ചിട്ട് കാളികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലിനെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗം നടത്തിയത് എന്താണ്? കന്നുകാലിയെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഇങ്ങനെ ഋഗ്വേദ കാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ്? A.L. ഭാഷാം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. A.L. ഭാഷാം എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രകാരനാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഋഗ്വേദ കാലത്ത് ജനങ്ങളുടെ കന്നുകാലി സമ്പത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും അതുപോലെ കൃഷിയുമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വിള എന്ന് പറയുന്നത് ബാർലിയാണ്. കന്നുകാലികൾ മേച്ചുന്ന ആര്യന്മാർ കൂട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഗോത്രം എന്നാണ്. ഗോത്രസഭകളാണ് സഭാസമിതി, വിധാത. ഗോത്രസഭകളപ്പോൾ ഏതായിരിക്കും? സഭാസമിതി, വിധാത. അത് ഏത് സമയത്താണെന്ന് വെച്ചാൽ ഋഗ്വേദ കാലഘട്ടത്തിൽ വരുന്നതാണ് ഇത്, ഈ ഗോത്രം സഭകൾ, സഭാസമിതി, വിധാത. ഓരോ ഗോത്രത്തിൻ്റെയും പേരാണ് രാജൻ എന്ന് പറയുന്നത്. ഋഗ്വേദ സമൂഹത്തിനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരുന്നത്. പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ. ഫ്രാൻസിൽ നിലനിന്നിട്ടുള്ളതുപോലെ ഋഗ്വേദ കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിള പറഞ്ഞു, ബാർലിയാണ്. ആര്യന്മാരുടെ കൂട്ടം, കന്നുകാലി മേച്ചിരുന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെടുന്നു. ഈ ഗോത്രസഭകൾ സഭ, സമിതി, വിധാത എന്നറിയപ്പെടുന്നു. അതിൻ്റെ തലവൻ രാജനാണെന്നും. ആര്യന്മാർ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്ന ലോഹങ്ങൾ ചെമ്പും വെങ്കലവുമാണ്. ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെമ്പും വെങ്കലവും. ആര്യന്മാർ ആരാധിച്ചിരുന്ന മറ്റു ദൈവങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അഗ്നി, വരുൺ, മരുത്, സൂര്യൻ. അഗ്നിയുണ്ട്, വരുണനുണ്ട്, മരുതുണ്ട്, സൂര്യൻ. പ്രധാനപ്പെട്ട ദൈവം ഇന്ദ്രനായിരുന്നു. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതകൾ ഏതാണെന്ന് വെച്ചാൽ അതിഥി, ഉഷസ്. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവതകൾ അതിഥിയും ഉഷസുമായിരുന്നു. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ പൊതുവെ അറിയപ്പെടുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ്. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ആരാധിച്ച ദേവതകൾ ഏതായിരുന്നു? അതിഥി, ഉഷസ്. ഋഗ്വേദ കാലഘട്ടം അറിയായിരുന്നു BC 1500-നും BC 1000-നും ഇടയിലുള്ള കാലഘട്ടമാണ് പറയുന്നത്. ആദ്യം രചിച്ച വേദമാണ് ഇത്, ഋഗ്വേദം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദമാണ്. സത്തവ് സൈന്ദ്ര പ്രദേശത്തായിരുന്നു ആര്യന്മാർ ആദ്യമായിട്ട് വന്നെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഇന്ത്യ എന്ന വിസ്മയം. ഇന്ത്യ എന്ന വിസ്മയം എന്ന പുസ്തകം ആരുടേതാണ്? A.L. ഭാഷാൻ്റെയാണ് ഇത്. A.L. ഭാഷാൻ്റെയാണ് ഇന്ത്യ എന്ന പുസ്തകം. അതായത് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ച നാടോടികളായിരുന്നു ഈ ആര്യന്മാർ. അവർ പിന്നെ എങ്ങോട്ടാണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്തോട്ട് എത്തിച്ചേരുകയും കുറച്ച് ആൾക്കാർ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഭാഗത്തിലോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ ഇന്ത്യ എന്ന വിസ്മയം എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞത് A.L. ഭാഷാമാണ്. അപ്പോൾ ഗവിഷ്ടി എന്താ നോക്കാം. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആരംഭിച്ച യുദ്ധങ്ങളാണിത് ഗവിഷ്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഋഗ്വേദ കാലഘട്ടം പറയുന്നത്. ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതെന്ന് വെച്ചാൽ സംസ്കൃതമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എന്ന് പറയുന്നത് ചാരനിറമായിരുന്നു. സിമ്പിളായിട്ട് തോന്നും, ചാരനിറമായിരുന്നു. പിന്നെന്താ പറയുന്നത്? അവരുപയോഗിച്ചിരുന്ന വെപ്പൺസ് ഏതായിരുന്നു? ചെമ്പും വെങ്കലവും മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലേ? ചെമ്പും വെങ്കലവും ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു അവരുടെ ഇത്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ അത് യൂറോപ്പിൻ്റെ ഏഷ്യയുടെയും ഭാഗങ്ങളിലേക്ക് കുടിയേറി സംസാരിച്ചിരുന്ന ഭാഷകളായിരുന്നു. ആദ്യമായിട്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട കൃതി ഏതാണ്? ഋഗ്വേദമാണ്. നെക്സ്റ്റ് നമുക്ക് പിൽക്കാല വേദകാലഘട്ടത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഋഗ്വേദ കാലഘട്ടത്തിൽ ജാതികൾ തരംതിരിച്ചത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിനെ ഋഗ്വേദ കാലഘട്ടത്തിൽ തിരിച്ചിരുന്നത്. ഇവിടെ എന്താണ്? ജാതികൾ ഋഗ്വേദ കാലഘട്ടത്തിൽ എന്താണ്? ജാതികൾ തരംതിരിച്ചത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നെ പിൻകാല വേദകാലഘട്ടത്തിൽ ജനങ്ങൾ മുഖ്യ തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. മറ്റോടത്ത് കന്നുകാലി ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? കൃഷി മാത്രമായി. ഇവിടെ പിന്നീട് ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നത്. ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നത് മറ്റൊരു ചെമ്പും വെങ്കലമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഇവിടെ ഇരുമ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഗംഗാസമത്തിലേക്ക് വനപ്രദേശങ്ങളൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ഗംഗാസമത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടി കുറച്ച് പ്രദേശങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗമായിട്ടുള്ള അത്രാഞ്ചി ഗേഡ
അത്ര എന്ന് പഠിച്ചാൽ മതി അല്ലേ. ഇരുമ്പിൻ്റെ കുറച്ച് അത്രയായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയത് എവിടുന്നാണ്? ഉത്തർപ്രദേശിലായിരുന്നു. ജോധ്പുര, കുറച്ച് പുരയിലൊക്കെ എന്താ 2 പുരകളുണ്ടായിരുന്നു അല്ലേ. ജോധ്പുര രാജസ്ഥാനിലായിരുന്നു, ജോധിൽ പുര. അപ്പോൾ നമ്മൾ ജാട്ടുഞ്ഞ രാജസ്ഥാനാണ് മനസ്സിലായി. ഗവൻപുര ഹരിയാന. ഗവൻപുര, അപ്പോൾ പുര അല്ലേ, ജോധ്പുര രാജസ്ഥാനിലാണ്. പിന്നെ എന്താണ്? ഗവൻപുര ഹരിയാനയിലാണെന്ന് മനസ്സിലായി. ഇരുമ്പ് കൊണ്ടുള്ള ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഇവർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞു ചാരനിറം മാത്രമായിരുന്നു ഋഗ്വേദകാലത്തെ ചാരനിറപാത്രങ്ങളാണ്. ചായം തേച്ചിട്ടുള്ള ചാരനിറപാത്രങ്ങളായിരുന്നു. ഇവിടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു. ഗംഗാസമത്തിലെ സമൂഹം, മറ്റോടത്ത് എന്തായിരുന്നു? പുരോഹിത, സേനാനികൾ, സാധാരണക്കാർ. ഇവിടെ വന്നപ്പോൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഓർഡർ. മറ്റോടത്ത് സമൂഹം 3 ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇങ്ങനെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യ, ശൂദ്രർ എന്നൊക്കെയാണ് ഇവിടെ പിൽക്കാല വേദകാലഘട്ടത്തിൽ പറയുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ടുള്ള ദൈവങ്ങൾ ഏതൊക്കെയാണ്? പ്രജാപതിയും വിഷ്ണുവാണ്. പ്രജാപതി, വിഷ്ണു. ഓക്കെ, പിന്നെ മൃഗബലി ആചാരം എന്ന് വെച്ചാൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ എത്തുമ്പോൾ എന്താണ് മൃഗബലിയും കാര്യങ്ങളൊക്കെ എന്താണ് സ്ത്രീകൾക്ക് എന്താണ് പ്രാധാന്യം കുറയുന്നു. മൃഗബലി അനാചാരങ്ങളൊക്കെ എന്താണ് ഈ ഭാഗത്തെത്തുമ്പോൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. BC 1000-നും BC 600-നും ഇടയിലായിരുന്നു. സാമവേദം, യജുർവേദം, അഥർവേദം എന്നിവയൊക്കെ പരാമർശിച്ച മനുഷ്യർ നിലനിന്ന കാലഘട്ടമാണ് ഇത് പിൽക്കാല വേദകാലഘട്ടം. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലി മേടിച്ചു നടന്നത് ആര്യന്മാർ പിൽക്കാല കാലഘട്ടമായപ്പോൾ എന്താണ് ഗംഗാസമതലത്തിലേക്ക് എത്തിച്ചേർന്നു. സപ്തവ സൈന്ധവ പ്രദേശത്ത് നിന്നും ഗംഗാസമതലത്തിലേക്ക് ചേർന്നു. BC 1000-ഓടെ ആര്യന്മാർ സപ്തവ സൈന്ധവ പ്രദേശത്ത് നിന്നും ഗംഗാസമതലത്തിലേക്ക് വന്നു. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാസമതലം അറിയാം. ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം, പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം, ജനസംഖ്യ വർദ്ധനവ്, ഇതൊക്കെ എന്താണ് ആര്യന്മാർ ഗംഗാസമതലത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണമായിരുന്നു. ഗംഗാസമതലം എന്താണ് വൻതോതിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കൂടുതലായിട്ട്. ദെൻ കാർഷിക സമൂഹം എന്താണെന്ന് നോക്കാം. അവിടുത്തെ കൃഷി ഭൂമി സംരക്ഷിക്കുന്നതിനായി കർഷക രാജാവിന് ഉൽപ്പാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായിട്ട് നൽകിയിരുന്നു. ഈ നികുതി സമ്പ്രദായം അറിയപ്പെടുന്നത് ബലിഭാഗ എന്നാണ്. ഓക്കെ, കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനായി കർഷക രാജാവിന് ഉൽപ്പാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായിട്ട് നൽകണം. ആ ഒരു നികുതിയാണിത് ബലിഭാഗ. ഓക്കെ, പിൽക്കാല വേദകാലത്തിൽ ഉണ്ടായിട്ടുള്ള നികുതിയാണ് ബലിഭാഗ. ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹം മാറാൻ കാരണം കൃഷിയുടെ വ്യാപനമാണ്. ഓക്കെ, ആര്യന്മാർ സ്ഥിരവാസമുള്ള ഒരു കാർഷിക സമൂഹമായിട്ട് മാറാൻ കാരണം എന്താണ്? കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. മറ്റൊരു കന്നുകാലും കൃഷിയുണ്ട്, നമ്മുടെ കൃഷി മാത്രമായി. ഓക്കെ, ഇരുമ്പിൻ്റെ കൊഴു ഘടിപ്പിച്ചിട്ടുള്ള കലപ്പകളൊക്കെ എന്താണ് ഉപയോഗിച്ച് നിലം പോയിട്ട് കൃഷി കുറച്ചും കൂടി ഫാസ്റ്റ് ആകാൻ ചാൻസായി. നഗരങ്ങളുടെ വളർച്ച എന്താണെന്ന് നമുക്കറിയാം. നഗരങ്ങൾ ഓൾറെഡി അവിടെ വളരും. ഓക്കെ, അപ്പോൾ എന്താണ് രാജഗൃഹം, ശ്രാവതി, വൈശാലി, ബനാറസ്, കുശി നഗരം, കൗസംബി, അതാണ് പിൽക്കാല നഗരങ്ങളാണ്. ശ്രാവതി, വൈശാലി, ബനാറസ്, കുശി നഗരം, കൗസംബി എന്നൊക്കെ പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് ചിന്താരീതികൾ പിന്നീട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമൂഹിക വ്യവസ്ഥകൾ വന്നു. ആറാം നൂറ്റാണ്ടിലൊക്കെ ഇപ്പോൾ എന്താണ് സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായിട്ട് ശ്രമണർ എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ വന്നതിനെ എതിർത്തിട്ട് ശ്രമണർ. ഈ ശ്രമണ വിഭാഗത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയത് ആരായിരുന്നു? ഈ ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. ഓക്കെ, ജൈനമതവും ബുദ്ധമതവും. ശ്രമണ വിഭാഗത്തിൽപ്പെടുന്ന മറ്റു വിഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അജീവികന്മാരും ചാർവകന്മാരും. അപ്പോൾ ജൈനമതം, ബുദ്ധമതം കൂടാതെ മറ്റു വിഭാഗങ്ങൾ ഏതായിരുന്നു? അജീവികന്മാരും ചാർവകന്മാരും. അജീവികന്മാർ ആൻഡ് ചാർവകന്മാർ. അപ്പോൾ പിൽക്കാല വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗംഗാസമതലം വരെ വ്യാപിച്ചു. കൃഷിക്ക് പ്രാധാന്യം നൽകി. സ്ഥിരമായിട്ടുള്ള വാസം തുടങ്ങി. സ്ത്രീകളുടെ സമൂഹ പദവിക്ക് എന്താണ് മങ്ങലേറ്റു. ഇരുമ്പിൻ്റെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്തു. വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു. പ്രത്യേക ആരാധനാമൂർത്തിക്ക് രൂപപ്പെട്ടു. കരകൗശല വിദ്യകളുടെ തുടക്കം. പിന്നെ എന്താണ് യാഗങ്ങൾ, പിന്നെ എന്താണ് പ്രത്യേക അധികാരങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യകാലത്തിൽ എന്താണ് ഋഗ്വേദ കാലഘട്ടത്തിൽ ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. കന്നുകാലിയും കാര്യങ്ങൾ അർദ്ധനാടോടികളാണ്. അവർക്ക് സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ എന്താണ് കുറച്ചും കൂടി പൊസിഷൻ ആർക്കുണ്ടായിരുന്നു? സ്ത്രീകൾക്കുണ്ടായിരുന്നു. യാഗങ്ങൾ ലളിതവും കാര്യങ്ങളൊക്കെയായിരുന്നു. പ്രകൃതി ശക്തികളെയാണ് കൂടുതലായിട്ട് ആരാധിച്ചത്. ഋഗ്വേദ കാലഘട്ടം കഴിഞ്ഞിട്ട് പിൽക്കാല വേദകാലഘട്ടത്തിൽ വന്നപ്പോൾ എന്താണ് സ്വഭാവം മാറി മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കിട്ടാനുള്ളത്. അതിൻ്റെ നോട്ട്. ദെൻ ബുദ്ധമതം, ജൈനമതം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ബുദ്ധമതം, ജൈനമതം. അപ്പോൾ ബുദ്ധമത സ്ഥാപകൻ നമുക്കറിയാം ശ്രീബുദ്ധനാണെന്ന്. ഓക്കെ, ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായുള്ള കാലഘട്ടമാണ് ഇത് BC 6-ാം നൂറ്റാണ്ടിൽ ശ്രമണർ ഉണ്ടായിട്ടുള്ള കാലഘട്ടം അല്ലേ. BC 6-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള അസമത്വങ്ങൾക്ക് എതിരായിട്ടാണ് ജൈനമതം, ബുദ്ധമതം വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ. അതുപോലെ ഇറാനിൽ ആരായിരുന്നു? സരദുഷ്ട
ഓക്കെ, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹൈറാക്ലിറ്റസ് തുടങ്ങിയ പുതിയ ആശയങ്ങൾ ഒരു പ്രകടിപ്പിച്ച കാലമായിരുന്നു അതൊക്കെ. അപ്പം ഗ്രീസിലായിരുന്നു ഹെറാക്ലിറ്റസ്, കൺഫ്യൂഷ്യസ് ചൈനയിൽ, ഒക്കെ ആ സമയത്തൊക്കെ എന്താണ് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമായിരുന്നു അത്. അപ്പോൾ ബുദ്ധമതം എന്താണെന്ന് നോക്കാം. ബുദ്ധമത സ്ഥാപകനായിരുന്നു നമ്മൾ ശ്രീബുദ്ധൻ. യഥാർത്ഥ പേരെന്താണ്? സിദ്ധാർത്ഥം. അപ്പോൾ ദാ വരുമ്പോൾ അതിൽ ദാ ഉണ്ട്, അപ്പോൾ സിദ്ധാർത്ഥനാണെന്ന് മനസ്സിലാവും. ജനനം കപിലവസ്തു ലുംബിനി, ലുംബിനിയിലെ കപിലവസ്തുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ബുദ്ധമത തത്വങ്ങളെ ഏറ്റവും പ്രാധാന്യം എന്തിനായിരുന്നു? അഹിംസയ്ക്കായിരുന്നു. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീബുദ്ധനായിരുന്നു. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല, പക്ഷെ എന്താണ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എന്താണ് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ശ്രീബുദ്ധൻ പ്രാധാന്യം നൽകിയ മറ്റൊരു കാര്യം അഹിംസ മാത്രമായതിൽ എന്താണ്? കർമ്മത്തിനെയും പ്രാധാന്യം നൽകുന്നു. വ്യാപകമായിട്ട് മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത്. ഭൂമിയിലെ ദുഃഖപൂർണ്ണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞ ആരാണ്? ശ്രീബുദ്ധനാണ്. ഓക്കെ, ബുദ്ധമത തത്വങ്ങൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തിനാണ്? ത്രിപിടകങ്ങളിലാണ്. ഓക്കെ, ത്രിപിടകങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീബുദ്ധനുമായിട്ടാണ്. വിനയപീഠകം, സുത്തപീഠകം, അമിതമ്മ പീഠകം. കപിലവസ്തുവിലെ ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ആദ്യ പ്രഭാഷണം നടത്തുന്നതാണ് സാരാനാഥിൽ വെച്ചിട്ടാണ്. പിന്നെ ബുദ്ധമതത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഇത്? സർവകലാശാലകൾ. ബുദ്ധമതത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഇത്? നളന്ദ, തക്ഷശില, വിക്രമശില. ഓക്കെ, ബുദ്ധമതത്തിൻ്റെയാണ് കേട്ടോ അതൊക്കെ. നളന്ദ, തക്ഷശില, വിക്രമശില. ഓക്കെ, ബുദ്ധമത തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഇഹലോക ജീവിതം ദുഃഖമാണ്, ആഗ്രഹങ്ങളെല്ലാമാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഷ്ടമാർഗം എന്താണ്? ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം. അഷ്ടാംഗമാർഗം. ഓക്കെ, അഷ്ടമാർഗം മധ്യമാർഗം എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യമാർഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നുണ്ട്. പിന്നീടാണ് ആർഭാട ജീവിതം നയിക്കുന്നതിനെയും വിലക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് ഇത്? മധ്യമാർഗം. അപ്പോൾ അഷ്ടാംഗമാർഗം മധ്യമാർഗം എന്നും അറിയപ്പെടുന്നുണ്ടെന്ന് അറിയാം. പിന്നെ ബുദ്ധമത പ്രചാരണത്തെ ആരംഭിച്ചത് ഏതാണ്? സംഘങ്ങൾ. ബുദ്ധമത പ്രചാരണത്തിനായിട്ട് ആരംഭിച്ചത് ഏതായിരുന്നു? സംഘങ്ങൾ. ഒരു പ്രചാരണത്തിനൊരു ഇത് വേണമല്ലോ, അപ്പോൾ അതിനാണ് സംഘങ്ങൾ. അപ്പോൾ ത്രിപിടകങ്ങൾ രചിക്കപ്പെട്ട ഭാഷയാണ് പാലിയാണ്. അപ്പോൾ ബുദ്ധനിൽ തന്നെ ശുദ്ധം എന്ന് ആലോചിച്ചാണ് പാലി ശുദ്ധമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാലി കിട്ടും. ബുദ്ധൻ്റെ ആശയങ്ങൾ കൂടുതലായിട്ടും പാലി ഭാഷയിലായിരുന്നു. എന്താണ്? ഭിക്ഷുക്കൾ, ഭിക്ഷുണികൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ ഇതിലത്തെ സംഘത്തിൽ ഉൾപ്പെടുന്നവർ. ബുദ്ധമത പ്രചാരണത്തിനായി നിർമ്മിച്ച പ്രധാന നിർമ്മിതികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഗുഹകളുണ്ടായിരുന്നു, ചൈത്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ. ചൈത്യത്തിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. വിഹാരങ്ങൾ, സന്യാസി മഠങ്ങൾ അല്ലെങ്കിൽ സ്തംഭങ്ങൾ. ഓക്കെ, ബുദ്ധമത പ്രചരണത്തിനായിട്ട് സംഘങ്ങൾ വന്നു. സോ അതിന് കുറച്ച് നിർമ്മിതികൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഗുഹകൾ, ചൈത്യങ്ങൾ എന്താണ് അർത്ഥം വരുന്നത്? ക്ഷേത്രങ്ങൾ. വിഹാരങ്ങൾ എന്താണ്? വിഹാരങ്ങൾ, സന്യാസി മഠങ്ങൾ. ദെൻ സ്തംഭങ്ങൾ. അപ്പോൾ ഇന്ത്യക്കകത്തും വിദേശ രാജ്യത്തും തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധം വളർത്തുന്നതിന് എന്താണ് ബുദ്ധമതം സഹായിച്ചിട്ടുണ്ട്. മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര എന്നീ രാജ്യങ്ങളിൽ എന്താണ് ബുദ്ധമതത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറുന്നുണ്ട്. നളന്ദ, തക്ഷശില, വിക്രമശില മറക്കരുത്. സ്തൂപങ്ങൾ. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ, ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ എന്താണ് അടക്കം ചെയ്ത സ്ഥലങ്ങളാണിത് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. ഇതിലാണ് ഇത് കാണുന്നത്. കൊത്തുപണികൾ സമ്പന്നമായിട്ടുള്ള രൂപമാണിത്. സാഞ്ചി, സാരനാഥിലൊക്കെ എന്താണ് ഇതിൻ്റെ സ്തൂപങ്ങൾ കാണുന്നുണ്ട്. നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവിടെ പേരുകൾ നഷ്ടമാകുകയും ചെയ്യുന്ന പോലെ ഒരാൾ ബുദ്ധമത സന്യാസി സംഘത്തിൽ അംഗമാവുന്നതോടെ അയാളുടെ സന്യാസി ജീവിതവും എന്താണ് കുടുംബവും ഒക്കെ എന്താണ് മറക്കുന്നു എന്ന് സന്യാസി സംഘത്തെ പറ്റിയിട്ട് ബുദ്ധൻ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനൊരു ടാഗ് പറയുന്നത് നദികൾ ഒഴുകിയിട്ട് എന്താണ് സമുദ്രത്തിൽ എത്തുന്നത് പോലെ എന്താണ് അവരുടെ പേരുകൾ നഷ്ടമാകുകയും ഒരാൾ ബുദ്ധമതത്തിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ് കുടുംബം, ജാതി, പദവിയൊക്കെ എന്താണ് മാറും എന്ന് പറഞ്ഞത് ആരാണ്? ബുദ്ധനാണ്. അപ്പോൾ പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനമെന്നും ഹീനായാനമെന്നും മാറിയിട്ടുണ്ട്. യാനം എന്ന വാക്കിൻ്റെ അടുത്താണ് വാഹനം എന്നാണ്. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് ആരാധിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെ. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ബുദ്ധമതത്തിലൂടെയാണ്. ജപ്പാൻ, ചൈന, ബർമ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കു കിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങൾക്ക് എന്താണ് ബുദ്ധമതം ഇതാക്കിയിട്ടുണ്ടായിരുന്നു. വയനാടായിരുന്നു എന്താണ് ബുദ്ധമത കേന്ദ്രത്തിൻ്റെ സോറി അതിവിടെ വേണ്ട, അത് ജൈനമതത്തിലാണ് വരുന്നത്. ദെൻ ബുദ്ധമത വിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. മണിമേഖലയിൽ എന്താണ് മണിമേഖല എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയില്ല, അതിൽ ബുദ്ധമതം സ്വീകരിക്കുന്നത് കാര്യമാണ് മണിമേഖല. ഓക്കെ, ശ്രീബുദ്ധനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യയുടെ പ്രകാശം എന്ന ഗ്രന്ഥമാണ് എഡ്വിൻ അർണോൾഡ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്
എന്താണ് ജൈനമതം എന്ന് നോക്കാം. ജൈനമതം വർദ്ധമാന മഹാവീരനാണ്. ബീഹാറിലെ വൈശാലിക്ക് സമയം കുന്തല ഗ്രാമത്തിൽ, മറ്റു ലുംബിനിയാണെങ്കിൽ ഇത് കുന്തലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ബീഹാറിലെ കുന്തലം. മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെടുന്നുണ്ട്. മഹാവീരൻ അല്ലെ, വർദ്ധമാന മഹാവീരൻ. ജൈന വർദ്ധമാന മഹാവീരൻ, ജിനൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ജൈനമതം പ്രചരിപ്പിച്ചത് ശ്രീബുദ്ധന്റെ സമകാലികനായിട്ടുള്ള വർദ്ധമാന മഹാവീരനാണ്. ശ്രീബുദ്ധന്റെ സമകാലികനായിട്ടുള്ള വർദ്ധമാന മഹാവീരനാണ്. മൊത്തം 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതിലെ ഏറ്റവും 24ാമത്തെയാണ് ആരുടെ, നമ്മുടെ വർദ്ധമാന മഹാവീരം. തീർത്ഥങ്കരൻ എന്ന് പറയുന്ന സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് അർത്ഥം. തീർത്ഥങ്കരന്മാർ എന്നർത്ഥം എന്താണ്, സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ്. 24 തീർത്ഥങ്കന്മാരിൽ അതിൽ ഫസ്റ്റത്തെ തീർത്ഥങ്കരൻ ഏതാണെന്ന് വെച്ചാൽ ഋഷഭദേവനാണ്. ഋഷഭദേവൻ. ദെൻ 23ാമത്തെ ആണെങ്കിൽ പാർശ്വനാഥൻ. 24ാമത്തെയാണ് വർദ്ധമാന മഹാവീരൻ. ഓക്കെ, ജൈനമതം അഹിംസയ്ക്ക് എന്താണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ, വൈദിക ആചാരം എന്നിവരൊക്കെ എതിർത്തു. ജാതി വ്യവസ്ഥയെ എന്താണ്, വൈദിക ആചാരത്തിനൊക്കെ എന്താണ് എതിർത്തു. ജൈനമതം പ്രോത്സാഹന പ്രധാന നിർമ്മിതികൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിർമ്മിതികളുടെ എന്തൊക്കെയാണ്, ശിലാസ്തൂപങ്ങൾ, പ്രതിമകൾ, ഗുഹാക്ഷേത്രങ്ങൾ. ഓക്കെ, 3 ശില കൊണ്ടുള്ള പ്രതിമകൾ എന്ന് ആലോചിച്ചാൽ മതി. ശിലാസ്തൂപങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, പിന്നെ എന്താണ് ഗുഹാക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ദെൻ ശ്രാവണ ബൽഗോള എവിടെയാണ്, കർണാടകയിലാണ്. നമുക്കറിയാം ജൈനമത ആശയങ്ങൾ എന്താണ്, ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെ എന്താണ് ഉപദ്രവിക്കാനായിട്ട് പാടില്ല. ജന്മവും പുനർജന്മം നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനം. ജന്മവും പുനർജന്മം നിശ്ചയിക്കപ്പെടുന്നതാണ് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവനുള്ള ഒന്നിനെ എന്താണ് കൊല്ലാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ത്രിപിടകങ്ങൾ നമ്മൾ പറഞ്ഞു, അത് ബുദ്ധമതത്തിലായിരുന്നു. അഷ്ടാംഗമാർഗം കാര്യങ്ങളൊക്കെ. ഇവിടെ ത്രിരക്തങ്ങളാണ് പറയുന്നത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി അല്ലേ. ശരിയായിട്ടുള്ള വിശ്വാസം, അറിവ്, പ്രവൃത്തി, 3 തത്വങ്ങളാണ് ത്രിരത്നങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അഷ്ടാംഗമാർഗം കുറച്ചധികം ഉണ്ടായിരുന്നു. ത്രിപിടകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാവീരൻ്റെ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് ഏത് ഭാഷയിലായിരുന്നു, പ്രാകൃതിയിലായിരുന്നു. മറ്റു പാലിയിലാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അല്ലേ, പ്രകൃതിയിൽ നിന്നല്ലേ പാല് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് ആലോചിച്ചാൽ മതി. പ്രാകൃതിയിലാണ്. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിൽക്കാലത്ത് മതത്തിൽ എന്താണ്, ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ 2 വിഭാഗമായിട്ട് രൂപപ്പെട്ടു അല്ലേ. മഹായാനം, ഹീനയാനം എന്നും പറഞ്ഞ പോലെ ഇവിടെ ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നറിയപ്പെട്ടു. ജനമതത്തിൻ്റെ അധപതനത്തിന് കാരണം ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നിട്ട് 2ആയിട്ട് തരംതിരിഞ്ഞത് കൊണ്ടാണ്. ജൈനമതം 3 അഹിംസ തത്വം ഇന്ത്യൻ തത്വചിന്തനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ പാവ അല്ലേ, അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ എന്താണ്, പാവമായിട്ടാണ് മരിക്കുന്നത്. പാറ്റ്നയിൽ പാവ. ഓക്കെ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ജൈനമതം പ്രചരിപ്പിച്ചത്. അതിൽ കേരളത്തിൽ എവിടെയായിരുന്നു, വയനാടായിരുന്നു. ഇപ്പോഴും എന്താണ്, വയനാട്ടിൽ അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, പേർഷ്യക്കാരിലും മാസ്റ്റോണിയയുടെയും ആക്രമണത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. വൈദേശിക ബന്ധങ്ങൾ. ഓക്കെ, വൈദേശിക ബന്ധങ്ങൾ ജസ്റ്റ് നോക്കാം. എന്താണ്, ഗ്രീസ് ഉൾപ്പെടെ മാസിഡോണിയയിലെ ഭരണാധികാരികളായിരുന്നു അലക്സാണ്ടർ. ഗ്രീസ് ഉൾപ്പെട്ട മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു നമ്മളുടെ അലക്സാണ്ടർ. ആരുടെ ശിഷ്യനായിരുന്നു, അരിസ്റ്റോട്ടലിൻ്റെ. അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചത് BCE 327. ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടർ ഉപയോഗിച്ച ഘടകങ്ങളാണ് ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കുക, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക എന്നുള്ളത്. ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കണം, പിന്നെന്താണ്, അതിൻ്റെ പ്രദേശങ്ങളും കീഴടക്കുക. പിന്നെ ആക്രമിച്ച് കീഴടക്കിയതാരാണ്, സൈറസ് ആണ്. അലക്സാണ്ടർ വരാട്ടി മുന്നേ അവിടെ കീഴടക്കിയതായിരുന്നു, വടക്ക് പടിഞ്ഞാറും ഭാഗം കീഴടക്കിയതാരായിരുന്നു, സൈറസ്. ഇന്ത്യ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ കൈപ്പെടുത്തിയ ഡാരിയസ് ഒന്നാമൻ. ഇന്ത്യനെ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയത് ആരായിരുന്നു, ഡാരിയസ് ഒന്നാമൻ. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറും ഭാഗം കീഴടക്കിയതാരായിരുന്നു, സൈറസ്. അലക്സാണ്ടർ വരാട്ടി മുന്നേ ഇന്ത്യ ആക്രമിച്ചിട്ടും സിന്ധ്, പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ കൈയടക്കിയതാരായിരുന്നു, എന്താണ്, ഡാരിയസ് ഒന്നാമനായിരുന്നു. അപ്പോൾ പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യബന്ധം എന്താണ് വർദ്ധിക്കാൻ കാരണം വർദ്ധിച്ചു. ഗരോഷ്ടി എന്ന പുതിയ ലിപി വന്നു. ഓക്കെ, പേർഷ്യയുമായിട്ടുള്ള വാണിജ്യബന്ധത്തിലൂടെയാണ് ഗരോഷ്ടി എന്നിട്ടുള്ള ലിപി. പേർഷ്യൻ സ്വർണ്ണ നാണയം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു. ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പണ്ഡിതന്മാരും ചിന്തകന്മാരും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചു. യൂറോപ്പുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടു. മാസിഡോണിയ കരയിലും കടലുമായി പുതിയ വാണിജ്യപാതകൾ വികസിച്ചു. പിന്നെന്താ, അതപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കറണ്ട് അഫെയർ ജനുവരിത്തെ പഠിച്ചു. കുറച്ചും കൂടി ഇനി പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ജൈനമതം, ബുദ്ധമതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കുറച്ച് ഡീറ്റെയിൽസ് ഡിഗ്രി റാങ്ക് ഫയലൊക്കെ നോക്കി കിട്ടും. SCERT പോയിൻ്റ് ഓഫ് വ്യൂ ആണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ SCERT 5ാം ക്ലാസ്സിലത്തെ 8ാം ക്ലാസ്സിലത്തെ എടുത്തത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.